Ladies and gentlemen, welcome to the pre-release and fans meet event of നമ്മുടെ സ്വന്തം മാസികയുടെ ഈ വരുന്ന ജനുവരി 9-ാം തീയതി റിലീസ് ആകാൻ പോകുന്ന രേഖാ ചിത്രത്തിന്റെ ഇവന്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Thank you. Asika, a huge welcome to you also. Thank you. My name is Meenakshi Sudhi and I'll be the host for the event. ഞാൻ ഇവിടെ ആസികയുടെ സൈഡിൽ ഒന്ന് ഇരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ഗംഭീര ഇൻട്രോ ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. 2009 ശ്യാംപ്രസാദ് സർ സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലൂടെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാൻ പറഞ്ഞോണ്ടേ നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണ്. ഒരു ബഞ്ച് ഓഫ് ചെറുപ്പക്കാർ വരികയാണ് ആൻഡ് അതിലൊരാള് പിന്നീട് കോമഡി റോൾസ് ചെയ്ത് ആ ഒരു കോമഡി ഹീറോ ആയിട്ടും ഇടയ്ക്ക് റൊമാൻറ്റിക് റോൾസ് ചെയ്ത് നമ്മൾ ഭയങ്കര റൊമാൻറ്റിക് സൈസ് ചെയ്തിട്ടുള്ള ഹീറോ ആയിട്ടും പിന്നെ ഇടയ്ക്ക് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്ട് ചെയ്ത ഹീറോ ആയിട്ട് നമ്മളെ ചിന്തിപ്പിച്ചു. ഓക്കെ, യു ബിൽഡ് എൻ എംപയർ ഓഫ് യുവർ സെൽഫ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനം നമ്മൾ ആസിക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ തൊട്ടിട്ട് വി റിയലി മീൻ ഇറ്റ് അല്ലേ? അപ്പൊ എല്ലാവരും കൂടി ഒന്ന് നീട്ടി വിളിച്ച് ആസിക്കാണ്. ഓക്കെ, അപ്പം യു ആർ എ ഫാമിലി മാൻ. ഇടയ്ക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇത്ര ബിസി ഷെഡ്യൂൾസിന്റെ ഇടയിൽ സമയം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ പോലെ തന്നെ ഇക്കാടെ ഒരു നമ്പർ 1 ഫാനാണ് ഞാനും കേട്ടോ. എനിക്ക് എപ്പോഴാണെന്നറിയോ എന്റെ മനസ്സിൽ കയറി കൂടിയത്, ഞാൻ സോൾട്ട് ആൻഡ് പെപ്പർ കാണാൻ പോയപ്പോ അതിനകത്തൊരു മീനാക്ഷി ഉണ്ടായിരുന്നില്ലേ, അന്ന് എനിക്കൊന്നൊരു മരുവുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്റെ മനസ്സിലും കൂടി ഒരു ഇടമുള്ളത് കൊണ്ട് ഈ ഒരു ഫാൻസ് മീറ്റിൽ ഇവരുടെ ഒപ്പം ഉള്ള ഒരാളാണ് ഞാനും. അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. അതായത് ഇപ്പൊ രേഖാചിത്രം എന്ന് പറയുന്ന ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന മൂവി ഇസ് സിറ്റിംഗ് തിയേറ്റേഴ്സ് ഓൺ January 9th. അപ്പൊ ഇതിലൊരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ദ സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ലൈഫ് ഇൻസിഡന്റ്. അപ്പം വാട്ട് ഈസ് ഇറ്റ് ഓൾ അബൌട്ട്? എനിക്ക് തോന്നുന്നു രേഖാചിത്രത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ 2024 കുറിച്ച് പറയണമല്ലേ. നിങ്ങളെല്ലാവരെയും കാണാൻ ആഗ്രഹിച്ചതും ഇന്നിങ്ങനെ ഒരു പ്ലാൻ ഇട്ടതും എല്ലാം അതിനു വേണ്ടിയിട്ടാണ്. ഈ 2024 എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും കൊതിച്ചതും സപ്പോർട്ട് ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ നിങ്ങളാണെന്ന് എനിക്കറിയാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവരും അറിയാവുന്നവരും കാണുന്നവരും സംസാരിക്കുന്നവരും ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്ന് ജീവിതത്തിൽ കയറിയവരും ജീവിതത്തിന്റെ ഭാഗമായവരും ഒക്കെ ഒരുപാട് പേര് കൂടെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ സിനിമകൾ നന്നാവുമ്പോൾ എൻ്റെ കൂടെ നിന്നതിനേക്കാൾ എൻ്റെ സിനിമകൾ മോശമാവുമ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു സിനിമയെ ആഗ്രഹിച്ച് സിനിമ സ്വപ്നം കണ്ടുവന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ സിനിമ മോശമായ സമയത്ത് എന്നെ വിളിച്ച് സ്നേഹത്തോടെ ചീത്ത പറയുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നവര്. എന്തിനാണൊക്കെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്? നിങ്ങൾക്കൊന്ന് നല്ല സിനിമ ചെയ്തുകൂടെ? നിങ്ങൾ ചെയ്യുന്ന നല്ല സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും കൃത്യമായ റെസ്പോൺസ് എൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വിജയം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. മറ്റു പലരും സിനിമകൾ ഇറങ്ങുമ്പോൾ ചുറ്റുപാട് നിന്ന് സത്യം അറിയാൻ പറ്റാതെ കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോട് ആരും സത്യം പറയാതെ അവരോട് അവർ ചെയ്യുന്നത് എല്ലാം നല്ലതാണെന്ന് പറയുന്നതിനേക്കാൾ ചെയ്യുന്ന തെറ്റുകൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവരാണ് എൻ്റെ ശക്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് ക്ഷമിച്ച് നമുക്ക് കിട്ടിയതായിരുന്നു 2024. തലവൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെ തുടങ്ങി ഒരു നല്ല തുടക്കം. അഡിയോസ് അമീഗോയിലൂടെ അത് കിഷ്കിൻഡ കണ്ടെത്തിയപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു വലിയ വിജയത്തിലേക്ക് അതെത്തി. ഇന്ത്യ മുഴുവൻ എല്ലാ ഭാഷകളിലും കിഷ്കിൻഡ കാണ്ടത്തിനെ പറ്റിയും തലവനെ പറ്റിയും അഡിയോസ് അമീഗോയെ പറ്റിയും ഒക്കെ സംസാരിച്ചു. ലെവൽ ക്രോസിനെ പറ്റി സംസാരിച്ചു. അഭിനയിക്കുന്നതിനെ പറ്റി, സിനിമകൾ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി. അങ്ങനെ ഒരു വർഷം നമ്മളെല്ലാവരും സ്വപ്നം കണ്ടതാണ്. അത് എന്റെ മാത്രമല്ല, സിനിമാ പാരമ്പര്യമില്ലാതെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യം തന്ന ഒരു വിജയം കൂടിയായിരുന്നു അത്. അപ്പൊ അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ